നമസ്കാരം. ദർശന ടി വിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സഫലമീ യാത്ര എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇവിടെ ഞാൻ വ്യത്യസ്തമായി നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് തലശ്ശേരിയിൽ നിന്നും വർഷങ്ങൾക്ക് മുമ്പ് ദുബായിലെത്തി ഇൻ്റർനാഷണൽ ലോയേഴ്സ് ആൻഡ് ലീഗൽ കൺസൾട്ടൻസ് ആണ്. ബോത്ത് ഓഫ് ദം അഡ്വക്കേറ്റ് മുസ്തഫ സഫീർ OV ആൻഡ് അഡ്വക്കേറ്റ് അൽമന. വളരെ സന്തോഷം, ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സർ. നമസ്കാരം. നമസ്കാരം മാം. വളരെ സന്തോഷം തോന്നുന്നു, കാരണം ഇത് ഒരു വ്യത്യസ്തമായ ഒരു പ്രോഗ്രാമാണ്. കാരണം ഈ പ്രോഗ്രാമിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയുവാനും സാധിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം പ്രത്യേകിച്ച് നമ്മൾ ലീഗൽ വശങ്ങളെക്കുറിച്ച്, അതോടൊപ്പം നമ്മുടെ ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു വന്ന വഴികളെക്കുറിച്ചാണ് സഫലമീ യാത്ര എന്ന ഈ പ്രോഗ്രാം പോകുന്നത്. എങ്ങനെയാണ് സാർ പറയട്ടെ, മുസ്തഫ ആൻഡ് അൽമന ലീഗൽ കൺസൾട്ടൻസി അതൊരു ഇന്റർനാഷണൽ ലീഗൽ കൺസൾട്ടൻസിയാണ്. അതിലാണ് നമ്മുടെ ഇവിടുത്തെ മലയാളികളെല്ലാം ഒരുപോലെ അഭിമാനിക്കേണ്ട ഒരു വിഷയം. ഒരു ഇന്റർനാഷണൽ ലീഗൽ കൺസൾട്ടൻസി നടത്തുന്ന അതിൻ്റെ മാനേജിങ് ഡയറക്ടർ ആൻഡ് സീനിയർ ലോയറാണ്. എങ്ങനെയാണ് സർ ഈ തലശ്ശേരിയിൽ നിന്ന് നമ്മുടെ ഈ പ്രവാസ ഭൂമിയിലേക്കുള്ള യാത്ര? തലശ്ശേരിയിൽ നിന്നും പ്രവാസ ഭൂമിയിലേക്കുള്ള യാത്രയായിരുന്നില്ല. തലശ്ശേരി കോടതിയിലാണ് ഞാൻ 1987 പ്രാക്ടീസ് തുടങ്ങുന്നത്. അഡ്വക്കേറ്റ് അൽമന എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് 1991. 92 ആദ്യമായിട്ട് മുസ്തഫ ആൻഡ് അൽമന എന്ന ഒരു ലോ ഫേമിൻ്റെ വിത്ത് പാകുന്നത്. സാധാരണയായി എല്ലാ അഭിഭാഷകരും, ഇപ്പോൾ നമ്മൾ കാണുന്ന ഇപ്പോൾ ഇന്ത്യയിലുള്ള ഇന്നത്തെ ഒരു പ്രാക്ടീസിങ് മോഡ് എന്ന് പറയുന്നത്, എൻറോൾമെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല അഭിഭാഷകരും അവരവരുടെ ജന്മസ്ഥലങ്ങളിലേക്ക് പോകും. അവിടെയുള്ള ഏത് കോടതിയാണോ ആ കോടതിയിൽ പ്രാക്ടീസ് തുടങ്ങും. പിന്നെ അംബീഷ്യസ് ആയിട്ടുള്ള ലോയേഴ്സ് മൊഫ്യൂഷ്യൽ കോർട്ടിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്, അവർ ഡിസ്ട്രിക്ട് കോർട്ടിലേക്ക് പോകും. ഡിസ്ട്രിക്ട് കോർട്ടിൽ നിന്ന് അംബീഷ്യസ് ആയിട്ടുള്ള ലോയേഴ്സ് ഹൈക്കോടതിയിലേക്ക് പോകും. ഹൈക്കോടതിയിൽ ഒരു കുറച്ച് വർഷം പ്രാക്ടീസ് ചെയ്യുമ്പോൾ സക്സസ് ആവും. ഈ സക്സസ്ഫുൾ ലോയേഴ്സ് കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് അതർ സൈഡ് ഓഫ് ദ ബെഞ്ച്, ഹൈക്കോർട്ട് ജഡ്ജിൻ്റെ പദവിയിലേക്ക് പോകും. പിന്നെ കുറച്ച് പേര് അവിടെ നിന്ന് വീണ്ടും മുകളിലേക്ക് സുപ്രീം കോടതിയിലേക്ക് പോകും. അപ്പോൾ ഞങ്ങൾ തലശ്ശേരിയിൽ ഞാൻ പ്രാക്ടീസ് തുടങ്ങിയപ്പോൾ തലശ്ശേരിക്കുള്ളൊരു വളരെ ഒരു പ്രത്യേകതയുണ്ട്. അത് തലശ്ശേരിയുടെ കോടതിയാണ്. തലശ്ശേരിയുടെ കോടതിയുടെ ഒരു പ്രത്യേകത പറയാതെ നമ്മൾക്ക് ഈ യാത്ര തുടങ്ങാൻ പറ്റില്ല. അതായത് അൺഡിവൈഡഡ് ഇന്ത്യയിൽ ആദ്യത്തെ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യൽ കോർട്ട് തുടങ്ങിയ സ്ഥലമാണ് തലശ്ശേരി. അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നിന്നാണ് എൻ്റെ ഒരു പ്രാക്ടീസ് തുടങ്ങുന്നത്. അഡ്വക്കേറ്റ് അൽമന, കാരണം എങ്ങനെയാണ് കണ്ടുമുട്ടിയതും എങ്ങനെയാണ്, കാരണം ഇവിടെ 2 റോളാണ് മാഡം, ഒരു ബിസിനസ് പാർട്ണർ ആസ് വെൽ ആസ് ഒരു ഹൗസ് വൈഫ്, ലൈഫ് പാർട്ണർ. അപ്പോൾ ശരിക്കും അതിലേക്ക് വരാം. അതിനു മുമ്പ് ജന്മസ്ഥലം ചാവക്കാടാണ്, തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാടാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ പ്രീ ഡിഗ്രി പാസ്സായ സമയത്താണ് ഈ 5 ഇയർ കോഴ്സ് തന്നെ ഇൻറ്റിഗ്രേറ്റഡ് കോഴ്സ് തുടങ്ങുന്നത്.
അപ്പോൾ അതിന് മുമ്പേ ഈ ഡിഗ്രി കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടാണ് ലോ കോളേജിലേക്ക് പോകുക എന്നുള്ളൊരു കൺസെപ്റ്റും അങ്ങനെയായിരുന്നു എൻ്റെ സിസ്റ്റവും. അപ്പോൾ ഞാൻ 12th എക്സാം കഴിയുന്ന ആ സമയത്താണ് ഇതിങ്ങനെ ഗവൺമെൻറ് അതിനിങ്ങനെ അനൗൺസ് ചെയ്തതിൻ്റെ ഇൻറ്റഗ്രേറ്റഡ് കോഴ്സ് ഉണ്ട്. അങ്ങനെ ഞാൻ എറണാകുളം ഗവൺമെൻറ് ലോ കോളേജിൽ ജോയിൻ ചെയ്തു, ഫസ്റ്റ് 5 ഇയർ ബാച്ചിൽ. അങ്ങനെ അപ്പോൾ അവിടെ വക്കീൽ 3 ഇയർ കോഴ്സിൽ സെക്കൻഡ് ഇയറിൽ പഠിക്കുന്നതായിരുന്നു. അങ്ങനെയാണ് അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് ആദ്യമായിട്ട്. അതെ അതെ. അപ്പോ ഒരിക്കലും കരുതിയില്ലേ ജീവിതത്തിലുടനീളം ആ ലൈഫ് പാർട്ണറായിട്ട് വരുമെന്ന്? ആദ്യമായി കണ്ടുമുട്ടിയ നിമിഷം? അതെ അതെ. കാരണം ഒരിക്കലും ഇല്ല. പിന്നെ ഇങ്ങനെ മനസ്സിലായി, ഓക്കെ ഐഡിയാസും കോൺസെപ്റ്റ്സ് ഒക്കെ മനസ്സിലായപ്പോൾ ദെൻ ഐ തോട്ട് ഓക്കെ നല്ലതായിരിക്കും അങ്ങനെ ലൈഫ് പാർട്ട്ണർ ആവുക എന്നുള്ളത്. പിന്നെ അങ്ങനെ ഫാമിലി വൈസ് നോക്കി എല്ലാം നോക്കിയപ്പോൾ അങ്ങനെ സോ ഐ ഡിസൈഡഡ് യു നോ അങ്ങനെയാണ് ഞങ്ങൾ യാത്ര. അതെ അതെ. ഈ യാത്രയിൽ കൂടി അത് കാരണം 2 പാർട്ടാണ് മാഡം. കാരണം നമ്മുടെ ബിസിനസ്സിലും ലൈഫിലും ഒരുപോലെ. പിന്നെ അതേപോലെ വക്കീലിനെ കല്യാണം കഴിച്ചതിൻ്റെ ഭാഗം അതിൻ്റെ തുടർന്ന് ഞാൻ തലശ്ശേരിയിൽ വരികയും അവിടുത്തെ ഡിസ്ട്രിക്ട് കോർട്ടിൽ അപ്പോൾ ഏറ്റവും ഒരു ഫേമസ് ആയ ഒരു ബാറിൽ അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയത് തന്നെ ഒരു ഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ അഡ്വക്കേറ്റ് വി ബാലൻ എന്ന് പറയും, ഞങ്ങളുടെ 2 സീനിയർ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ സിവിലും ക്രിമിനലും ഒരേപോലെ അത്രയും എക്സ്പേർട്ടായിട്ട്, നമ്മളൊക്കെ പറയും ഈ ഒരു വാക്കിംഗ് എൻസൈക്ലോപീഡിയ എന്ന് തന്നെ വേണമെങ്കിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. അത്രയ്ക്കും നോളജുള്ള, പിന്നെ ഒരു ഇൻഡിപെൻഡൻസി നമുക്ക് അവിടെ ഉണ്ടായിരുന്നു. ഒരു ഏത് ഫയൽ വേണമെങ്കിൽ നമുക്ക് നോക്കാം, അത്രയ്ക്ക് ഫ്രീഡം ഉണ്ടായിരുന്നു നമുക്ക്. ഇപ്പോൾ എന്ന് വെച്ചാൽ ചില ഓഫീസിലൊക്കെ നമ്മൾ പറയും ദർ വിൽ ബി സം പോളിറ്റിക്സ്, പക്ഷെ ആ ഒരു വളരെ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഓഫീസും അതേപോലെ തന്നെ തലശ്ശേരി ബാറും. അവിടെ വളരെ സീനിയേഴ്സായ ഒരുപാട് വക്കീലന്മാരും ആ സമയത്ത് ഞങ്ങൾ പ്രാക്ടീസ് തുടങ്ങുന്ന സമയത്തുണ്ടായിരുന്നു. നമ്പൂതിരിപ്പാട് വക്കീൽ, അടിയോടി വക്കീൽ. അപ്പോൾ അവിടെ നിന്നൊക്കെ പറഞ്ഞ സീനിയോറിറ്റിക്ക് പുറമെ നമ്മളൊരു വളരെ ഒരു ഡോട്ടർ എഫെക്ഷനിൽ നമ്മൾ അത് ചെയ്യണം ഇങ്ങനെ ആ ഒരു സമയത്ത് അപ്പോൾ അതുകൊണ്ട് ഒരു ഭയങ്കര ഒരു ഇനീഷ്യേറ്റീവ് ആയിരുന്നു. അങ്ങനെ എന്തായാലും ലോ, പിന്നെ വക്കീലിന്റെ ഭയങ്കര സപ്പോർട്ടിങ്ങും ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് തലശ്ശേരിയിലേക്ക് പോകുന്നത്. വളരെയധികം വലിയ സപ്പോർട്ടാണ് സാർ ചെയ്തെന്നാണ് പറയുന്നത്. സപ്പോർട്ട് എന്ന് ഇപ്പോൾ എല്ലാവരും പറയുമല്ലോ, സാധാരണ പറയുന്നത് ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ മാൻ ദർ ഇസ് എ വുമൻ എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ പറയല് ബിഹൈൻഡ് അല്ല, എവറി വുമൻ ആർ ടുഗദർ വിത്ത് യു, ദേ ആർ ടുഗദർ, ഇറ്റ്സ് നോട്ട് ബിഹൈൻഡ് യു, ഇറ്റ്സ് ടുഗദർ. പിന്നെ അവരൊരു ഇൻഡിപെൻഡൻറ്റ് പ്രൊഫഷൻ തിരഞ്ഞെടുത്തിട്ടാണ് ലോയ്ക്ക് പഠിക്കാൻ വന്നത്. അവിടെ വെച്ച് അവിചാരിതമായി ഞങ്ങൾ കാണുന്നു, പരിചയപ്പെടുന്നു. അപ്പോൾ ഞങ്ങൾ 2 പേരും അന്നേരെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു നമ്മളുടെ 2 പേരുടെയും കുടുംബങ്ങളുടെ സമ്മതത്തോടും അനുഭവത്തോടും കൂടി മാത്രമേ ഇങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് കടക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു തീരുമാനം എന്തായാലും ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി നമ്മുടെ 2 കുടുംബങ്ങളും എനിക്ക് തോന്നുന്നു തലശ്ശേരിയിലെ വളരെ പ്രശസ്തമായ ഒരു ഗോപി ഫാമിലി, അവിടെ നിന്നാണ് ഞാൻ പറയുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ചാവക്കാട് വന്നു കഴിഞ്ഞാൽ ഇവരും ഒരു വളരെ പ്രശസ്തമായ, ഇവരുടെ കുടുംബം വൈറ്റ് വേ എന്ന് പറയും, അവരും വളരെ പ്രശസ്തമായ ഒരു കുടുംബമാണ്. അപ്പോൾ 2 കുടുംബങ്ങൾ നോക്കിയപ്പോഴേക്കും യാതൊരു വിഷയം എല്ലാവർക്കും ഉണ്ടായിരുന്ന 2 വിഷയം, 2 പേരും വക്കീലാണെന്നുള്ള ഒരു ചെറിയൊരു ഡ്രോബാക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വീണ്ടും തലശ്ശേരിയിലെ ഇപ്പോൾ പ്രാക്ടീസിൻ്റെ ഭാഗമായി ഞാൻ തലശ്ശേരി കോടതിയിലാണ് 87-ലാണ് ഞാൻ എൻറോൾ ചെയ്യുന്നത്. ഞാനാണ് ആദ്യമായിട്ട് ബാലൻ വക്കീൽ വി ബാലൻ സാറിൻ്റെ കൂടെ ജോയിൻ ചെയ്തത്. വി ബാലൻ വക്കീലിൻ്റെ ഓഫീസ് എന്ന് പറയുന്നത് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ജൂനിയേഴ്സ് എല്ലാവരും തന്നെ ഒരുപാട് പേര് വളരെ പ്രഗത്ഭമായിട്ടുള്ള സ്ഥാനങ്ങളൊക്കെ, ഇപ്പോൾ ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ടി ആസഫ് അലി, അതുപോലെ തന്നെ ഇപ്പോൾ കണ്ണൂർ ഫാമിലി കോർട്ട് ജഡ്ജ് പ്രസന്നകുമാരി, തൃശ്ശൂർ പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ജഡ്ജ് ജ്യോതീന്ദ്രനാഥ്, അതുപോലെ തന്നെ കോഴിക്കോട് കോർപ്പറേഷൻ കമ്മീഷണർ സത്യനാഥൻ, ഇവരൊക്കെ തന്നെയാണ് ഞങ്ങളുടെ സീനിയേഴ്സ് ആയിട്ട്. ഈ ജ്യോതീന്ദ്രനാഥ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ജഡ്ജ് അയക്കുമ്പോൾ നമ്മൾ ഓഫീസിലുണ്ടാകുമ്പോൾ നമ്മളിപ്പോഴും ജ്യോതി വക്കീൽ അങ്ങനെയല്ലേ വിളിക്കുക. അപ്പോൾ ജഡ്ജ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ കണ്ടുമുട്ടുമ്പോൾ ഞങ്ങൾ ജ്യോതി വക്കീൽ എന്ന് പറയുമ്പോൾ അത് പറയും ഞാനിപ്പോൾ വക്കീലല്ല ജഡ്ജാണ്, പക്ഷെ ആ ഒരു ഇന്റിമസി ഞങ്ങൾ ഇപ്പോഴും ബാലൻ വക്കീലിന്റെ ട്രെയിനിങ്ങും അതുകൂടെ തന്നെ ഇവരെ പോലുള്ള ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ഇമ്മീഡിയറ്റ് സീനിയേഴ്സും ഞങ്ങളെ ഗൈഡ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ലോ പ്രാക്ടീസ് ആക്ച്വലി ഒരു വളരെ എൻജോയ്മെൻ്റ് ആയിരുന്നു. ഇപ്പോൾ ഞാനിപ്പോൾ പലപ്പോഴും ഒരു വളരെ തമാശയായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ആദ്യത്തെ ദിവസം ഞാൻ കോടതിയിൽ പോകുന്നപ്പോൾ എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരുപാട് പ്രഗത്ഭരായ അഭിഭാഷകരുണ്ടായിട്ടുണ്ട്. ഒന്ന് മരിച്ചുപോയ OB അബ്ദുള്ള,
അദ്ദേഹം പ്രഗത്ഭനായ ഒരു അഭിഭാഷകനും വളരെ വളരെ പ്രശസ്തനായ ഒരു കലാകാരനും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ മുൻ ജില്ലാ ജഡ്ജി OV അബൂബക്കർ, അദ്ദേഹം മഞ്ചേരി ജഡ്ജായിരിക്കുമ്പോഴാണ് മരണപ്പെടുന്നത്. പിന്നെ OV അബ്ദുൾ, അങ്ങനെ ഒരുപാട് പ്രഗത്ഭരായ അഭിഭാഷകരുടെ ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഞാനെപ്പോഴും പറയുന്ന ഒരു വളരെ രസകരമായിട്ടൊരു കാര്യമാണ്. അപ്പോൾ ആദ്യത്തെ പിന്നെ എൻ്റെ ജനറേഷൻ ഞാനാണ് കുടുംബത്തിൽ നിന്നും ആദ്യമായിട്ട് അഭിഭാഷകർ. അതുകൊണ്ട് തന്നെ എൻ്റെ സിസ്റ്റേഴ്സും ബ്രദേഴ്സൊക്കെ കൂടി എനിക്കൊരു ഒരു എന്താണ് ഒരു സമ്മാനം, ഒരു യമഹ RX100 ബൈക്ക് വാങ്ങിച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ദിവസം ഞാൻ കോടതിയിൽ പോകുന്നത് ഈ ബൈക്കിലാണ്. അപ്പം വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ ഫുള്ള് നമ്മൾ കോട്ടൊക്കെ ഇട്ട് ഈ ഇതൊക്കെ കെട്ടി ബോട്ടൊക്കെ പോയിട്ട് ബാലം വക്കീലിന്റെ ഓഫീസ് എന്ന് പറയുന്ന ഒരു 2 ചായപ്പീടികയുടെ ഇടയിൽ കൂടിയുള്ള ഒരു കോവണി കയറി ആ മുകളിൽ കയറിയപ്പോഴേക്കും ഞാൻ കാണുന്നത് വക്കീല് നടുക്കിരിക്കുകയാണ്. പിന്നെ ഒരു 10-25 ജൂനിയേഴ്സ് ഇങ്ങനെ വൈറ്റ് ഷർട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ മാത്രമാണ് ഒരാൾ ഈ കോട്ട് ഇട്ടിട്ട് കയറിപ്പോകുന്നത്. അപ്പം തന്നെ എനിക്കൊരു എന്താ പറയുക, നമ്മൾ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് നോക്കി, പിന്നെ എല്ലാവരും അവരവരുടെ ഫയലുകളിലേക്ക് പോയി. അത് കഴിഞ്ഞ് എന്നെ വക്കീലൊന്ന് നോക്കിയിട്ട് പറഞ്ഞു, നീ ആ കോട്ട് അവിടെ അയച്ചു വെക്കുന്നത്. ഒരു 10:45 നിങ്ങളിപ്പോഴും കാണാം കേരളത്തിലെ ഓഫീസുകളിൽ പോയാൽ കാണുന്നത് 10:45 നമുക്ക് എല്ലാ വക്കീലന്മാരും കെട്ടുമായിട്ട് കോടതികളിലേക്ക് പോകും. 11 മണിക്കാണ് കോടതി. അപ്പം ഞാൻ വന്ന ഫസ്റ്റ് ഡേ എല്ലാ വക്കീലന്മാരും ഓരോരുത്തരും ഓരോ കെട്ടുമായിട്ട് പോയി. ലാസ്റ്റ് ബാലം വക്കീലും ഞാനും അതുപോലെ തന്നെ സോമൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ക്ലർക്ക് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, അദ്ദേഹവും ബാക്കിയായി. അപ്പം ഞാൻ വിചാരിച്ചു വക്കീൽ എന്നെ ഇപ്പോൾ ഞാൻ ജൂനിയർ അല്ലേ, അപ്പോൾ എന്നെ ചിലപ്പം മൂപ്പരെ കൂടെ കൊണ്ടുപോയത്. അപ്പം ഞാനൊരു വലിയൊരു ഹൈ റെക്കമെൻഡേഷനിലൊക്കെ വന്ന ഒരു ഇതും കൂടിയാണ്. അങ്ങനെയുള്ള ഒരു ഇതിൽ പ്രതീക്ഷ ചെയ്യാൻ നിൽക്കുമ്പോൾ വക്കീൽ എന്നോട് പറഞ്ഞു, നീ ഇന്ന് കോട്ടൊന്നും ഇടണ്ട, നീ സോമൻ്റെ കൂടെ പോയാൽ മതി, നീ 3 മാസം സോമൻ്റെ കൂടെയാണ്. അപ്പം എനിക്കാകെ ഒരു വിഷമമായി, ഇതെന്താണ് ഗുമസ്തിൻ്റെ കൂടെ, അതായത് ക്ലർക്കിൻ്റെ കൂടെയാണ് പോകാൻ പറയുന്നത്. ഞാൻ സീനിയർ പറഞ്ഞതല്ലേ, ആദ്യത്തെ 3 മാസം ഞാൻ സോമൻ്റെ കൂടെ മാത്രമാണ് പോകുന്നത്. ഫയലിംഗ് സെക്ഷനിൽ പോകുന്നു, ഫയൽ ചെയ്യാൻ പോകുന്നു, അല്ലാതെ കോടതിയിൽ കയറുന്നില്ല. പിന്നെ ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കാകെ ഒരു ഫ്രസ്ട്രേഷൻ വരാൻ തുടങ്ങി. ഞാൻ ആലോചിച്ചു, ഇതെന്താണ് നമ്മൾ പ്രാക്ടീസ് തുടങ്ങിയിട്ട് ഒരു ഫയല് തുറന്ന് നോക്കാമെന്നല്ലാതെ അതെന്താണ് കോടതിയിൽ സംഭവിക്കുന്നതെന്ന് എനിക്കറിയാൻ പറ്റുന്നില്ല. അതിന് ഫയൽ ചെയ്യാൻ മുൻസിഫ് കോടതിയിൽ പോകുന്നു, മജിസ്ട്രേറ്റ് കോടതിയുടെ ഇവിടെ ജാമ്യത്തിൻ്റെ പേപ്പർ കൊടുക്കാൻ പോകുന്നു, സബ് കോടതിയിൽ പോയിട്ട് എക്സിക്യൂഷൻ്റെ പേപ്പറുകൾ ഫയൽ ചെയ്യാൻ പോകുന്നു. ഇതല്ലാതെ ശരിയായിട്ടുള്ളൊരു പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നില്ല. 3 മാസം കഴിഞ്ഞ ശേഷം എന്നെ അദ്ദേഹം ഒരു കോടതിയിലേക്ക് നിയോഗിക്കുകയാണ്. കുറേ കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, വലവക്കീൽ എടേന്ന് വിളിക്കുക, നിനക്ക് ആ ഇവൻ സോമൻ്റെ കൂടെ പോകാൻ പറഞ്ഞത് വലിയ വിഷമമായി അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല സർ. എന്നാൽ ഞാൻ ഇതിൻ്റെ ഒരു കാര്യം പറയാം, ഇപ്പോഴത്തെ വക്കീലന്മാർ, ഐ എം ടോക്കിംഗ് ഇൻ 1987, ഇപ്പോഴത്തെ വക്കീലന്മാരുടെ ഒരു വിഷയം എന്താണെന്നറിയോ, അവരുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ക്ലർക്കുമാരാണ്. എന്താണ്, അവരാണ് ഫുള്ള് ഫയലിംഗ് പ്രൊസീജിയർ അറിയുന്നത്. ക്ലർക്ക് ഒരു ദിവസം ലീവായി കഴിഞ്ഞാൽ ഒരു പുതിയ കക്ഷി വന്നു കഴിഞ്ഞാൽ ആ വക്കീലിന് കേസ് ഫയൽ ചെയ്യാൻ പറ്റില്ല. എന്താണ്, അവനറിയില്ല എവിടെയാണത്. അതുകൊണ്ട് എൻ്റെ ജൂനിയേഴ്സ് എല്ലാവരും ആദ്യം ക്ലർക്കിൻ്റെ പണിയാണ് പഠിക്കുന്നത്. അതൊരു വലിയൊരു പാഠമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുന്ന് ഇപ്പോൾ നമ്മൾ പല കോടതികളിലും കയറി ഇറങ്ങി ഇവിടെ എത്തിയപ്പോഴും എല്ലാ സ്ഥലത്തും ഞാൻ ആദ്യം പഠിക്കുക അവിടുത്തെ ഫയലിംഗ് പ്രൊസീജിയറാണ്. ജീവിതത്തിൽ നിന്ന് ആദ്യം പഠിച്ച ഒരു അതാണ് കംപ്ലയൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ആദ്യമൊക്കെ ഒരു വിഷമം തോന്നിയെങ്കിലും പിൽക്കാലത്ത് അതൊരു നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആയാലല്ലേ നമുക്ക് അതിന്റെ മേലെ കൺസ്ട്രക്ഷൻ. അതാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ക്ലർക്ക് ഉണ്ടായാലും ഇല്ലെങ്കിലും ലോയറാണ്, ലോയറിന്റെ അടുത്താണ് കക്ഷി വരുന്നത്. അപ്പോൾ അഡ്വക്കേറ്റ് അൽമനിയും അതുപോലെ ആയിരുന്നു. അൽമനിയും അതുപോലെ തന്നെയാണ്. അൽമന വരുന്നത് 92-ലാണ്, 91-ലാണ് അൽമന വരുന്നത്. 91-ലാണ് എൻറോൾ ചെയ്യുന്നത്, 92-ലാണ് തലശ്ശേരിയിൽ പ്രാക്ടീസ് തുടങ്ങുന്നത്. പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഒരു തലശ്ശേരി ബാറിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിന്ന് ഒരു അഡ്വക്കേറ്റ്, പിന്നെ ഈ OV ഫാമിലിയിൽ പിന്നെ വക്കീലൊരു സപ്പോർട്ടും കൂടി ഉള്ളതുകൊണ്ട് എനിക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി ഭയങ്കര കോപ്പറേഷനും വളരെ സപ്പോർട്ടീവായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ ദൈവത്തോട് ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കും അത്. അങ്ങനെ തലശ്ശേരി ബാറിൽ പ്രാക്ടീസ് തുടങ്ങാൻ പറ്റിയതും തീർച്ചയായിട്ടും വലിയൊരു ബോണാണ്. പക്ഷെ അൽമന വക്കീൽ വന്നത് കൊണ്ടാണ് ഈ സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ജില്ലാ കോടതിയിൽ പ്രാക്ടീസ് തുടങ്ങി.
പിന്നെ ആക്ച്വലി അടുത്ത എൻ്റെ നല്ല എല്ലാവരും ഇപ്പോൾ തലശ്ശേരി എന്നുള്ള ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള അഭിഭാഷകരും പ്രഗത്ഭരായിട്ടുള്ള ജഡ്ജിമാർ ഹൈക്കോടതിയിലുണ്ടായില്ലേ, അവരൊക്കെ തന്നെ തലശ്ശേരിയിൽ കുറച്ച് കാലം പ്രാക്ടീസ് ചെയ്തും ഹൈക്കോടതിയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത ആളാണ്. പക്ഷേ ഞാൻ തുടങ്ങിയത് ഓഫീസ് കോഴിക്കോടാണ്. തൊട്ടടുത്ത ജില്ലയിൽ. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു ഒരു ജില്ലയിൽ പ്രാക്ടീസ് തുടങ്ങിയിട്ട് തൊട്ടടുത്ത ജില്ലയിൽ പോയി ഓഫീസ് തുടങ്ങുന്ന ഒരു അഭിഭാഷകൻ. 92 ലാസ്റ്റിലാണ് ഞങ്ങൾ ആദ്യത്തെ മുസ്തഫാൻ്റെ അൽമനയുടെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഓഫീസ് കോഴിക്കോടാണ്. അത് വളരെ ഒരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നമ്മളിപ്പം സാധാരണ ഈ പ്രാക്ടീസ് വരുമ്പോഴെന്താണ് ഡിസ്ട്രിക്ട് കോർട്ട് എന്നുള്ള ഫീഡിംഗ് ആണ് ഹൈക്കോടതിയിലേക്ക്. അപ്പം അൽമന വക്കീലും നമ്മൾ ഒന്നിച്ച് വീട്ടിലുള്ളത് കൊണ്ട് തന്നെ ഞങ്ങളുടെ വീട്ടിൽ ഒരു വക്കീലിനെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞാൽ വക്കീലില്ല എന്നുള്ള ഉത്തരം കിട്ടില്ല. ഒന്നുകിൽ ഞാനുണ്ടോ അല്ലെങ്കിൽ അൽമന വക്കീലുണ്ടോ. അങ്ങനെ ഒരു 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 എന്താ പറയുക സൗകര്യം ഉള്ളത് കൊണ്ട് തന്നെ കോഴിക്കോട് ഓഫീസ് വി കുഡ് ഓപ്പറേറ്റ് ഇറ്റ് വെരി ഈസിലി. ഇപ്പോൾ തലശ്ശേരിയുള്ള മാറ്റർ അൽമന വക്കീൽ നോക്കുന്നു, കോഴിക്കോടുള്ള മാറ്റർ ഞാൻ നോക്കുന്നില്ല, അങ്ങനെ വന്നു. അപ്പോൾ അതുപോലെ തന്നെ തലശ്ശേരിയുടെ തൊട്ടടുത്താണ് മാഹി. ഇപ്പോൾ മാഹി സബ് കോർട്ടുണ്ട്. മാഹി സബ് കോർട്ട് പോണ്ടിച്ചേരിയാണ്. അതിൻ്റെ അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ പോണ്ടിച്ചേരി ഡിസ്ട്രിക്ട് കോർട്ടും ഹൈക്കോടതി ജൂറിസ്ഡിക്ഷൻ മദ്രാസുമാണ്. അപ്പം എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ കേസ് ഞാൻ ഫയൽ ചെയ്യുന്നത് മാഹി സബ് കോടതിയിലാണ്. മാഹി സബ് കോടതിയിലാണ്. അതും ഒരു വളരെ എന്താണ് നിമിത്തമല്ല, ഒരു ക്ലയൻറ്റ് വരികയാണ്. അപ്പോൾ വന്നപ്പോഴും ആസഫ് അലി വക്കീൽ ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ പോസ്റ്റ് അദ്ദേഹം മാഹിയിലാണ്. അപ്പം ഞാൻ ഫസ്റ്റ് ക്ലയൻറ്റാണ് വരുന്നത്. അപ്പം ഞാൻ ക്ലയൻറ്റ് വന്നപ്പോഴും ഞാൻ ബാലവക്കീലിൻ്റെ വരുന്ന സാർ ഇങ്ങനെ ഒരു ക്ലയൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു നീ ഹാൻഡിൽ ചെയ്യും, നീ വക്കീലായില്ലേ, നീ ഹാൻഡിൽ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നീ ആസഫ് അലിയോട് ചോദിക്കും, മാഹി അവനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ആസഫ് അലി വക്കീൽ ചോദിച്ചപ്പോൾ ആസഫ് അലി വക്കീൽ പറഞ്ഞു സഫീർ വക്കീലാണ് വിളിക്കാൻ, ഇപ്പോഴാണ് മുസ്തഫ വക്കീലായത്. സഫീർ വക്കീൽ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ തന്നെ ഫയൽ ചെയ്തു, എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു തരും. അങ്ങനെ ആദ്യത്തെ കേസ് ഞാൻ ഫയൽ ചെയ്യുന്നത് മാഹിയിൽ സ്വന്തം വക്കാലത്ത് മാഹി സബ് കോർട്ടിലാണ്. അപ്പോൾ മാഹി സബ് കോർട്ട്, പോണ്ടിച്ചേരി ഡിസ്ട്രിക്ട് കോർട്ട്, മദ്രാസ് ഹൈക്കോർട്ട്, തലശ്ശേരി ഓഫീസ്, കോഴിക്കോട് ഓഫീസ്, കേരള ഹൈക്കോർട്ട്. പ്രാക്ടീസ് തുടങ്ങി ആദ്യത്തെ 5 വർഷത്തിനുള്ളിൽ തന്നെ 2 ഹൈക്കോടതി ജൂറിസ്ഡിക്ഷനിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു വളരെ ഒരു എന്താ പറയട്ടെ വിശാലമായിട്ടുള്ള ഒരു 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 ഓപ്പർച്യൂണിറ്റി വന്നു. ഈ കോഴിക്കോട് ഓഫീസ് വന്നതിൻ്റെ ഭാഗമായിട്ട് മഞ്ചേരി, താനൂര്, തിരൂര് കോടതികളിൽ, കുന്നമംഗലം കോടതികളിൽ എനിക്ക് മാറ്റർ കിട്ടുന്നത്, കൊയിലാണ്ടി കോടതി, തലശ്ശേരിയുടെ ഒരു പ്രാക്ടീസിൻ്റെ ഇത് വെച്ചിട്ട് മാഹി, മട്ടന്നൂർ, കൂത്തുപറമ്പ്, തളിപ്പറമ്പ്, കണ്ണൂർ കോടതിയിൽ. അപ്പോൾ ഒരു 6 വർഷമാകുമ്പോഴേക്കും ഒരു 10-25 കോടതികളിലുള്ള ഒഫീഷ്യൽ വർക്കും 2 ജില്ലാ കോടതിയും വന്നു. 94 ആദ്യമായിട്ട് ഹൈക്കോടതിയിലേക്ക് പോകും. 94 ആദ്യമായിട്ട് വാദിച്ച കേസ് അത് സിവിലാണോ ക്രിമിനലാണോ? എവിടെ? മാഹി സബ് കോർട്ടിൽ. മാഹി കോടതിയിൽ ഒരു ആക്സിഡന്റ് ക്ലെയിം ആയിരുന്നു ആദ്യമായിട്ട്. തലശ്ശേരി കോടതിയിൽ ആദ്യമായിട്ട് ഞാൻ വാദിച്ചൊരു കേസ് ഒരു സിവിൽ സൂട്ടായിരുന്നു. ഹൈക്കോർട്ടിൽ ആദ്യമായിട്ട് ഞാൻ പോകുന്ന ഒരു ഹേബിയസ് കോർപ്പസ് മാറ്ററായിട്ടാണ്. അവിടെ മാറ്ററായിട്ട് പോയിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. അപ്പം ഹൈക്കോർട്ടിൽ ആദ്യമായിട്ട് ഒരു ഹേബിയസ് കോർപ്പസ് ഹർജിയായിട്ട് മൂവ് ചെയ്തിട്ടാണ് ഹൈക്കോടതിയിൽ വന്നത്. അപ്പം ഹൈക്കോടതിയിൽ ആദ്യത്തെ കേസ് കഴിഞ്ഞപ്പോഴേക്കും അവിടെ പിന്നെ എനിക്ക് നേരത്തെ ഞാൻ എറണാകുളം പഠിച്ചതുകൊണ്ടും പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു ഫാമിലിയിലുള്ള എൻ്റെ അങ്കിളിൻ്റെ റിലേറ്റീവ് ആണ് ജസ്റ്റിസ് വി ഖാലിദ്. അപ്പം അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങളും സപ്പോർട്ടുകളും എല്ലായ്പ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ലോയ്ക്ക് പഠിക്കുന്നത് മുതലേ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് സമയം, അദ്ദേഹം കേരള ഹൈക്കോടതി ജഡ്ജായിരുന്നു, പിന്നീട് കാശ്മീർ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു, സുപ്രീം കോടതി ജഡ്ജായിരുന്നു. അദ്ദേഹത്തിന് സുപ്രീം കോടതി സ്വയറിങ്ങിന് കേരളത്തിൽ നിന്ന് ആകെ പോയത് ഞാൻ മാത്രമാണ്, ഒരു കുടുംബത്തിൽ നിന്ന് പോകുന്നത്. ബാക്കിയുണ്ടായിരുന്നത് ഇ അഹമ്മദ് സാഹിബും വയലാർ രവിയും പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ ജൂനിയറായിട്ട് പ്രാക്ടീസ് മാനു വക്കീലായിരുന്നു. അപ്പം ഞാൻ എൻ്റെ സുപ്രീം കോർട്ടിലുള്ള ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത്, എൻ്റെ ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ സ്വയറിംഗ് ഇൻ സെറിമണിക്കാണ്. അന്ന് ഫസ്റ്റ് കേസ് ഇദ്ദേഹം കേൾക്കുന്നത് ജസ്റ്റിസ് ചന്ദ്രചൂഡ് ചീഫ് ജസ്റ്റിസും ഇദ്ദേഹത്തിൻ്റെ ബെഞ്ചിൽ കേൾക്കുന്നത് ലോങ്കോവാളിൻ്റെ ഡീറ്റൻഷൻ കേസാണ്. അത് ഞാൻ ലോ ഫൈനൽ ഇയർ പഠിക്കുമ്പോഴാണ്. റാണി ജെത്മലാനിയാണ് ആർഗ്യൂ ചെയ്യുന്നത്. അപ്പം അന്നേരം ഞാൻ കോളേജിൽ അൽമന വക്കീലായിട്ട് പരിചയപ്പെട്ടിരുന്നു. റാണി ജെത്മലാനി വാസ് ഹാർഡ്ലി 30 years old. അവർ ഒരു 3/4 മണിക്കൂർ നേരം കേസ് ആർഗ്യൂ ചെയ്ത് ചന്ദ്രചൂഡ് ജഡ്ജൊക്കെ അന്നേരം വളരെ ഷ്രൂഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചുകൊണ്ട് വക്കീലന്മാരെ കുഴക്കുന്ന ഒരു രീതി. പക്ഷേ അത് ചീഫ് ജസ്റ്റിസിലോ ജസ്റ്റിസ് കാലിനോ തന്നെ
ഒരു വാക്ക് പോലും പറയാൻ സമ്മതിക്കാതെ റാണി ജത്മലാനി വളരെ ഫിയേഴ്സ് ആയിട്ട് ആർഗ്യുന്നത്. ഞാൻ തിരിച്ചു വന്ന് അൽമനിയോട് പറഞ്ഞു, നിങ്ങൾക്ക് ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ ഉയരത്തിൽ പോകാൻ പറ്റും, അതുകൊണ്ട് നിങ്ങൾ ഈ പ്രൊഫഷനിൽ തന്നെ സ്റ്റിക്ക് ചെയ്യണം കേട്ടോ എന്നാണ് ആദ്യം ഞാൻ ഇവരോട് പറഞ്ഞത്. അതെ, തീർച്ചയായിട്ടും അതൊരു ഭയങ്കര ഒരു എൻകറേജ്മെന്റ് ആയി. അപ്പോൾ പക്ഷെ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇപ്പോൾ ഉള്ള ഈ ഒരു പൊസിഷനിൽ ഇങ്ങനെ ഒരു പ്രൊഫഷനിൽ ഞാൻ നിൽക്കും എന്നുള്ളത്. ഐ ഡിഡ്ന്റ് ഇമാജിൻ ഡ്യൂറിങ് ദാറ്റ് ടൈം. പക്ഷേ അതിന് ഫുൾ സപ്പോർട്ട് ഡെഫിനറ്റ്ലി ഓഫ് കോഴ്സ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഫസ്റ്റ് 5 ഇയർ ഇൻറ്റഗ്രേറ്റഡ് കോഴ്സ് വന്നപ്പോൾ എൻ്റെ ഫാദറായിരുന്നു പറഞ്ഞത്, ഓക്കെ നിങ്ങൾ എന്തായാലും ഇതിൽ ജോയിൻ ചെയ്തോളൂ, നിനക്കിതിൽ നല്ല ഫ്യൂച്ചർ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അത് കാര്യത്തോടെ എടുത്തപ്പോൾ വീട്ടുകാർക്ക് ഇങ്ങനെ ആ സമയത്ത് ഭയങ്കര ഒരു, ഈവൻ എൻ്റെ മദർ എറണാകുളമാണ്, അവിടെ റിലേറ്റീവ്സും സിസ്റ്റേഴ്സ് എല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും ഒരു പ്രത്യേകിച്ച് ഒരു മുസ്ലിം ഫാമിലിയിൽ നിന്ന് പോകുമ്പോൾ അങ്ങനത്തെ ഒരു കുറച്ചൊരു ടെൻഷൻ. ഇപ്പോൾ കാര്യങ്ങളെല്ലാം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഈസിയാണ്, കാരണം എല്ലാവരും അഡ്വാൻസ്ഡ് ആയി. സോ ഇപ്പം അവർ ആ ഒരു ഇഷ്യൂസ് ഒന്നും ഇപ്പം അങ്ങനെ ഫേസ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ ഞാൻ ജോയിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് കുറച്ച് വീട്ടിലെല്ലാ ആൾക്കാർക്കും എനിക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞ ശേഷം കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ മാറിപ്പോകുന്നത്. ഞാൻ അവിടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ലിറ്റിൽ ഫ്ലവർ കോളേജിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ഒരു കൺഫ്യൂസിങ് സ്റ്റേറ്റ് ആയിരുന്നു അത്. ദെൻ ഐ ഡിസൈഡഡ് ടു ഗോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഫാദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓക്കെ യു ഹാവ് ടു ബി വെരി കെയർഫുൾ, വേറൊരു എൻവയോൺമെൻറ്റിലാണ് പോണത്. സോ ഐ കീപ്പ് അപ്പ് ദാറ്റ് വേർഡ്, യുനോ. അത് തന്നെയാണ് ഒരു പക്ഷേ നമുക്ക് ജീവിതത്തിൽ പാരൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മാതാപിതാക്കളെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അവർ ഞങ്ങളെ പഠിപ്പിച്ചത് ആർട്ട് ഓഫ് ഗിവിംഗ് ആണ്. എങ്ങനെ കൊടുക്കും എന്നാണ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അത് അവരുടെ ജീവിതത്തിൽ കൂടി അവർ കാണിച്ചു തന്നിട്ടുള്ളത്. എടുക്കാനല്ല പറയുന്നത്, കൊടുക്കാനാണ് പറയുന്നത്. അപ്പം ഞങ്ങളിപ്പോഴും കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങളുടെ നോളജ് ആയാലും ഞങ്ങളുടെ സഹായങ്ങളായാലും സപ്പോർട്ടുകളായാലും ആര് ഏത് സമയത്ത് വിളിച്ചാലും ഞങ്ങൾ രണ്ടുപേരും ഫോൺ എടുക്കാതിരിക്കില്ല. ഏത് വലിയ മീറ്റിങ്ങിലാണെങ്കിലും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന മീറ്റിങ്ങിലാണ് ഞങ്ങൾ ഫോൺ ഓണാക്കി വെക്കും. അതല്ലെങ്കിൽ ഞങ്ങളുടെ സെക്രട്ടറികൾക്ക് കൊടുത്തിട്ട് ആരാണ് വിളിക്കുന്നത് അവരെ അത് വലുപ്പ ചെറുപ്പ വ്യത്യാസമില്ലാതെ ഞങ്ങൾ തിരിച്ചു വിളിച്ചിരിക്കും. അതുതന്നെയാണ് ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇപ്പോൾ രണ്ടുപേരുടെയും മാതാപിതാക്കൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്തപ്പോഴാണ് നമുക്ക് സക്സസ് ആയി. എങ്ങനെയായിരുന്നു സർ? കാരണം എന്ന് വെച്ചാൽ നമ്മൾ പറയുകയാണെങ്കിൽ കാരണം എന്ന് വെച്ചാൽ ഒരു വളരെ സക്സസ്ഫുൾ ആയ ലായേഴ്സ്. അതെ, കാരണം പലരും നമ്മുടെ ഗൾഫ് രാജ്യത്തിലേക്ക് വരുന്നത് സക്സസ് ആവാൻ വേണ്ടിയിട്ടാണ്. അതെ, അഡ്വക്കേറ്റ് മുസ്തഫ അഡ്വക്കേറ്റ് മൽമനയും വളരെ സക്സസ് ആയതിനു ശേഷമാണ് ഈ സക്സസിന്റെ സ്വപ്നം കാണുന്ന ഈ ദുബൈയിലേക്കുള്ള യാത്ര. ഒരു സക്സസ് കണ്ടതിന് ശേഷം വീണ്ടും ഇവിടേക്ക് വരാനുണ്ടായ സാഹചര്യം വളരെ റെലവൻ്റ് ആയിട്ടൊരു ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത്. എന്തുകൊണ്ടെന്നാൽ ഇപ്പോഴും ഇന്ത്യയിൽ നിന്ന് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രൊഫഷണൽ ഒരിക്കലും തന്നെ ഇന്ത്യക്ക് പുറത്ത് അവർ ജീവിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോഴും അഭിഭാഷകർ പ്രത്യേകിച്ചു. ഞാൻ അത് കണ്ടത് വളരെ വ്യത്യസ്തമാണ്. ഞങ്ങളിവിടെ വന്നത് വളരെ യാദൃശ്ചികമായിട്ടാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു 94 ഞങ്ങൾ ഹൈക്കോർട്ടിൽ പ്രാക്ടീസ് തുടങ്ങിയതിന് ശേഷം ഞങ്ങളുടെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് 3 ദിവസം ഹൈക്കോടതിയിലാണ്. തിങ്കൾ ചൊവ്വ ബുധൻ. വ്യാഴം കോഴിക്കോടാണ്, വ്യാഴം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം വെള്ളി ശനി തലശ്ശേരിയാണ്, ഞായറാഴ്ച വീണ്ടും എറണാകുളത്ത് പോവുകയാണ്. ബിസി ഷെഡ്യൂളായിരുന്നു, വെരി ബിസി ഹെക്ടിക് ഷെഡ്യൂൾ. നമ്മുടെ ഹൈക്കോടതിയിലൊക്കെ ഞങ്ങളുടെ ഒരു പൊസിഷൻ ഞങ്ങൾ എഴുന്നേൽക്കുമ്പം അതർ സൈഡിൽ നിന്ന് ജഡ്ജ് മിസ്റ്റർ മുസ്തഫ വാട്ട്സ് യുവർ മാറ്റർ, അങ്ങനെ ഒന്ന് ചോദിക്കുന്ന ഒരു സ്ഥിതിയിൽ ഹൈക്കോടതിയിൽ എത്തുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അന്ന്. ഇന്നും അങ്ങനെ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഞങ്ങൾ ഈ ഹൈക്കോടതിയിൽ നിങ്ങൾ ഇപ്പം വെക്കേഷനാണ്, ഹൈക്കോടതി അടച്ചു. ഹൈക്കോടതിയിൽ മാത്രമാണ് ഈ കോർട്ട് വെക്കേഷനിൽ അഭിഭാഷകരിങ്ങനെ പല സ്ഥലങ്ങളിലേക്കും പോകും. അപ്പോൾ ഞങ്ങൾ സാധാരണയായിട്ട് അതിന് മുമ്പേയൊക്കെ തന്നെ 94 95 ഞങ്ങൾ അവിടെ ഡൽഹി പോകും, അല്ലെങ്കിൽ ബാംഗ്ലൂർ പോകും, ഊട്ടിയിൽ പോകും. അപ്പോൾ 96 ഇവിടെ ഫസ്റ്റ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. എൻ്റെ സഹോദരി ഇവിടെ ഉണ്ടായിരുന്നു, എൻ്റെ ഇളയ സഹോദരി, ഒരു ഫുജേറയിലാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഒരു ഫെസ്റ്റിവൽ തുടങ്ങുന്നുണ്ട് ദുബായിൽ, നിങ്ങൾക്കൊന്ന് വന്നുകൂടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എന്ത് ദുബായിൽ, ദുബായ്, എന്ത് ഫെസ്റ്റിവൽ, ഞങ്ങൾക്ക് അതിലൊന്നും താല്പര്യമില്ല. പക്ഷേ അവർ ഞങ്ങളുടെയൊക്കെ പാസ്പോർട്ട് സംഘടിപ്പിച്ച് വിസ ഇട്ടിട്ട് ഞങ്ങൾ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. ഞങ്ങൾ മൂന്നാറേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചത്. യു വോണ്ട് ബിലീവ്, ഞങ്ങൾ മൂന്നാറേക്ക് പുറപ്പെട്ടത്.
അപ്പോൾ പുറപ്പെട്ടിട്ട് അന്നേരം ഈ മൊബൈലൊന്നും ഇല്ലല്ലോ, നിർത്തിയിട്ട് ഒന്ന് മദറെ വിളിച്ചിട്ട് ഞങ്ങളിങ്ങനെ പോകാനെന്ന് വിളിച്ചപ്പോൾ ഞങ്ങളുടെ ഒരു കസിനുണ്ട്, എൻ്റെ ഒരു കസിനുണ്ടായിരുന്നു. അദ്ദേഹം ട്രാവൽ ഫീൽഡ്, ഇപ്പോൾ എയർ ട്രാവൽ എൻ്റർപ്രൈസസ് എന്നല്ലോ നജീബിൻ്റെ, അദ്ദേഹത്തിൻ്റെ കാലിക്കറ്റ് മാനേജറായിരുന്നു അദ്ദേഹം. അപ്പോൾ അവൻ എൻ്റെ മദറെ കാണുന്നത്, എൻ്റെ അമ്മാവൻ്റെ മകനാണ്. അപ്പം ഞാൻ വിളിച്ചപ്പോൾ മദർ പറഞ്ഞത് ഇങ്ങനെ ഇവൻ സഹീർ ഇവിടെ ഉണ്ട്, അവൻ ചോദിക്കുന്നത് എന്താ നീ വിസ കിട്ടിയിട്ട് ദുബായിൽ പോകുക. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് താല്പര്യമില്ല, അവിടെ എന്താ ഉള്ളത്, അവിടെ ഒന്നും കാണാനൊന്നും ഇല്ലെന്നാ പറയുന്നത്. അപ്പോൾ ഈ കസിൻ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, മുസ്തഫ നീ ഇപ്പോൾ ഏതായാലും പോവല്ലേ, നീ എന്തായാലും ഒരു 10-25,000 രൂപ ചിലവാക്കുമല്ലോ, ഞാൻ ആ കാശിന് നിങ്ങൾക്ക് 4 പേര്, അപ്പോൾ എൻ്റെ മൂത്ത മകൻ അന്ന് 5 വയസ്സാണ്, 6 വയസ്സ്, ഇളയ മകൻ 6 മാസമാണ്, അപ്പോൾ നിങ്ങൾക്ക് 4 പേർക്ക് ടിക്കറ്റ് തരാം. അങ്ങനെ ട്രിവാൻഡ്രത്തേക്ക് വണ്ടിയിൽ പോവുകയാണ്. അപ്പോൾ ട്രിവാൻഡ്രത്ത് പോയിട്ട് നമ്മുടെ അവിടെ അന്ന് ഉണ്ടായിരുന്നത് പങ്കജ് ഹോട്ടലാണ്. പങ്കജ് ഹോട്ടൽ സേനൻ എൻ്റെ ഒരു വളരെ അടുത്തൊരു സുഹൃത്തായിരുന്നു. ഞങ്ങൾ പങ്കജ് ഹോട്ടലിൽ വെച്ച് ബാഗ് പാക്ക് ചെയ്തു, ലിറ്ററലി ബാഗ് പാക്ക് ചെയ്തു. എന്നിട്ട് ബാക്കിയുള്ള ഡ്രസ്സും വണ്ടിയും സേനൻ്റെ വീട്ടിൽ വെച്ചു. ഞങ്ങൾ അവിടെ നിന്നാണ് വരുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല, ഇവിടെ വരണം, ഓഫീസ് സെറ്റ് ചെയ്യണം എന്നൊന്നുമില്ല, ജസ്റ്റ് ഒരു ഹോളിഡേ സ്പെൻഡ് ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ. ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരു നമ്മളൊരു അങ്ങനത്തെ ഒരു നിയോഗമായിരിക്കാം. പക്ഷെ ഞങ്ങളിവിടെ വന്നതിന് ശേഷം ഇപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഇവിടെ ഇപ്പോഴും ഞങ്ങളും അത് ഫോളോ ചെയ്യുന്നു. നാട്ടിൽ നിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെയൊക്കെ വളരെ സ്നേഹത്തോടു കൂടി ഹോസ്റ്റ് ചെയ്യാനുള്ളൊരു വല്ലാത്തൊരു ഒരു എന്താ വാശിയാണ് ഇവിടെ ഗൾഫിലുള്ള മലയാളം. അത് എവിടെ പോയി കഴിഞ്ഞാലും നിങ്ങൾ നാട്ടിൽ നിന്ന് പുതുതായിട്ട് വന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പാർട്ടി തരാൻ വേണ്ടി ഒരുപാട് സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം മത്സരിച്ചുകൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു വലിയൊരു സ്നേഹത്തിൻ്റെ ഒരു പ്രതീകമാണ് ഇവിടുത്തെ ഗൾഫ്. അതുപോലെ തന്നെ ഞങ്ങൾ ആദ്യം വന്നപ്പോഴത്തേന് വളരെ ഒട്ടനവധി സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഇപ്പോൾ എറണാകുളത്തുള്ളതും തലശ്ശേരിയുള്ളതും കോഴിക്കോടുള്ളതും പിന്നെ ഇവിടെ ഞങ്ങളുടെ ബന്ധുക്കൾ ഒരുപാട്. ഞങ്ങളെ ഓരോ പാർട്ടിക്കൊക്കെ അവിടെയൊക്കെ പോയപ്പോഴേ ഞങ്ങൾ ഈ എറണാകുളത്തും കോഴിക്കോടും തലശ്ശേരി ഓഫീസുകളൊക്കെ ഉള്ളത് പറയുമായിരുന്നു. ഹൈക്കോടതി വക്കീലാന്ന് പറയുമ്പോഴേ ഒരുപാട് പേര് അവരുടെ പ്രശ്നങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് തോന്നിയത്, വൈ കാൻ വി ഹാവ് ആൻ ഓഫീസ് ഇൻ UAE കേറ്ററിംഗ് ടു ദ നീഡ്സ് ഓഫ് കേരളൈറ്റ്സ് ബാക്ക് ഹോം. കേരളൈറ്റ്സ് ബാക്ക് ഹോം എന്നാണ് ഞാൻ അന്നേരം എൻ്റെ അന്നേരമുള്ള സ്ട്രെങ്ത് കേരള മാത്രമാണ്. എറണാകുളം, തലശ്ശേരി, കോഴിക്കോട്. പിന്നെ സന്ദർഭവശാൽ എറണാകുളത്ത് പ്രാക്ടീസ് തുടങ്ങിയപ്പോഴേക്കും നമ്മളുടെ കൺസ്യൂമർ സ്റ്റേറ്റ് ഫോറം തിരുവനന്തപുരത്തായതുകൊണ്ട് തിരുവനന്തപുരത്ത് ഞങ്ങൾക്കൊരു അപ്പോയിൻറ്റഡ് ലോയറിൻ്റെ ഒരു ആവശ്യകത ഉണ്ടായി. തിരുവനന്തപുരത്ത് ഓഫീസ് തുടങ്ങിയില്ല, പക്ഷേ ഒരു പെർമനൻറ്റ് അപ്പോയിൻറ്റഡ് ലോയർ ഉണ്ടായിരുന്നു. അപ്പം തിരുവനന്തപുരവും എറണാകുളവും കോഴിക്കോടും തലശ്ശേരിയും ഉള്ള ഒരു ജൂറിസ്ഡിക്ഷൻ, അപ്പോൾ ഒരു കേരളത്തിൻ്റെ ഒരു 75% ഏരിയയും കവർ ചെയ്യാന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചിന്തയിൽ നിന്നാണ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഓഫീസ് തുടങ്ങിക്കൂടാ എന്നുള്ള ഒരു ചിന്ത വന്നത്. അപ്പോൾ എന്നെ ഹൈക്കോടതിയിൽ നിന്ന് തന്നെ ഇപ്പോൾ ജഡ്ജിമാരും അഭിഭാഷകരും ഒക്കെ എപ്പോഴും എന്നെ തമാശയാക്കാറുണ്ട്. ഇപ്പോൾ എന്നെ ഇപ്പോൾ ജസ്റ്റിസ് ബസന്ത്, അദ്ദേഹം ഇപ്പോൾ റിട്ടയർ ചെയ്തു, അദ്ദേഹം എന്നെ വിളിക്കുന്നത് ടൂറിംഗ് ലോയർ എന്നായിരുന്നു. എന്താ അദ്ദേഹം തലശ്ശേരി ഡിസ്ട്രിക്ട് ജഡ്ജായപ്പോഴും ഞാൻ അവിടെ അപ്പിയർ ചെയ്തു. പിന്നെ തൃശ്ശൂർ ഡിസ്ട്രിക്ട് ജഡ്ജായപ്പോഴും അവിടെ അപ്പിയർ ചെയ്തു. പിന്നെ ഹൈക്കോടതിയിൽ വന്നപ്പോൾ അവിടെയുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, മുസ്തഫ വേറെ ഐ ഗോ യു ആർ ദർ, സോ ഐ തിങ്ക് യു ആർ എ ടൂറിംഗ് ലോയർ. അദ്ദേഹമാണ് ആദ്യം അങ്ങനത്തെ ഒരു ടെർമിനോളജി തന്നെ തന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾ അതിൻ്റെ എന്താണ് ഇതിൻ്റെ ഒരു കംപ്ലയൻസ്. ഇപ്പം ഞാൻ ബാലം വക്കീൽ പഠിപ്പിച്ചു തന്ന ആദ്യത്തെ പാടുണ്ടല്ലോ, ഇവിടെ ഒരു അഭിഭാഷകൻ എങ്ങനെയാണ് തുടങ്ങാൻ പറ്റുക പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അങ്ങനെ ഇന്ത്യൻ അഭിഭാഷകർ ആരും തന്നെ ഒരു ഇൻഡിപെൻഡൻറ്റ് സ്റ്റാറ്റസിൽ ഇവിടെ ഇല്ല.